ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2 A+ നിർണ്ണയിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണെന്ന് എനിക്കറിയാം. ഇവിടെ ആംഗിൾ പി എന്ന് പറയുന്നത്, നിങ്ങളോട് പറയാണ്, ഇവിടെ PQ എന്ന് പറയുന്നതും RS എന്ന് പറയുന്നതും 2 ഞാണുകളാണ്, അഥവാ കോഡുകളാണ്. ഈ കോഡുകൾ T എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അഥവാ കൂട്ടിമുട്ടുന്നുണ്ട്. അങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം, ആംഗിൾ P 40 ആണെങ്കിൽ ആംഗിൾ S എത്രയാണെന്നാണ് ചോദ്യം. ആംഗിൾ P തന്നിട്ടുണ്ട്, ആംഗിൾ S എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, ആംഗിൾ P ആണെങ്കിലും ആംഗിൾ S ആണെങ്കിലും RQ എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് തുടങ്ങുന്ന ആംഗിളുകളാണ്. ശരിയല്ലേ? RQ രണ്ടും തുടങ്ങുന്നത് ഒരേ സൈഡിൽ നിന്നാണ്. അതായത് RQ എന്നീ പോയിന്റുകളിൽ നിന്നാണ് 2 ആംഗിളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾസ് എത്രയാ? ആംഗിൾ P 40 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എസും 40 ഡിഗ്രി തന്നെയാണ്. 40 ഡിഗ്രി തന്നെയാണ്. അതിൽ ഒരു ഡൗട്ടും വേണ്ട. കാരണം 2 ആംഗിൾസ് ഓൺ ദ സെയിം ആർക്കാണ്. ആംഗിൾസ് ഓൺ ദ സെയിം ആർക്ക്. ഈ ഒരു ആർക്കിലാണ് ഈ 2 ആംഗിൾസും വരുന്നത്. ശരിയല്ലേ? അത് നമ്മൾ എഴുതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 2 ട്രയാങ്കിൾസ് അവിടെ ഉണ്ട്. ഒന്ന് PRT, അതുപോലെ തന്നെ SQT. ഈ 2 ട്രയാങ്കിൾസിലെയും ആംഗിൾസ് സെയിം ആണോ, കോണുകൾ തുല്യമാണോ എന്നതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ടത്. നോക്കാം. ഇവിടെ മക്കളെ നമുക്ക് ഓൾറെഡി കിട്ടി. ആംഗിൾ P എന്ന് പറയുന്നത് ആംഗിൾ എസിന് ഈക്വൽ ആണ്. ആംഗിൾ P എന്ന് പറയുന്നത് ആംഗിൾ എസിന് ഈക്വൽ ആണ്. കാരണം എന്താ? ആംഗിൾസ് ഓൺ ദ സെയിം ആർക്ക്. ആംഗിൾസ് ഓൺ ദ സെയിം ആർക്ക്. ഒരേ ചാപത്തിലുള്ള കോണുകളാണ്. ശരിയല്ലേ? ഇതുപോലെ ആംഗിൾ P എന്ന് പറയുന്നത് ആംഗിൾ എസിന് ഈക്വൽ ആയതുപോലെ ആംഗിൾ R എന്ന് പറയുന്നത് ആംഗിൾ Qന് ഈക്വൽ ആണ്. ശരിയാണോ? ആംഗിൾ R എന്ന് പറയുന്നത് ആംഗിൾ Qന് ഈക്വൽ ആണ്. കാരണം എന്താ? ആംഗിൾസ് ഓൺ ദ സെയിം ആർക്ക്. ഒരേ ആർക്കിൽ ഉണ്ടാവുന്ന ആംഗിളുകൾ സെയിം ആയിരിക്കും. അടുത്ത പോയിന്റ് നോക്ക്. ഇവിടെ ഈ 2 ആംഗിൾസ് നിങ്ങൾക്ക് കാണാം, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ആംഗിൾ PTR എന്ന് പറയുന്നത് ആംഗിൾ STQന് ഈക്വൽ ആണ്. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ്. ശരിയല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് അഥവാ എതിർകോണുകൾ. എന്താ പറയുക മലയാളത്തിൽ? എതിർകോണുകൾ. മറ്റേത് ഒരേ ചാപത്തിലുള്ള കോണുകൾ. ഒരേ ചാപത്തിലുള്ള കോണുകളാണ്. അതുകൊണ്ട് തന്നെ 2 ട്രയാങ്കിളിലെയും ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. 2 ത്രികോണങ്ങളിലും ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടും. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. ഇവിടെ ആംഗിൾ Pയും ആംഗിൾ എസും ഈക്വൽ ആണ്. അതുപോലെ ആംഗിൾ Rഉം ആംഗിൾ Qയും ഈക്വൽ ആണ്. പിന്നെയോ തന്നിട്ടുണ്ട് ഈ ആംഗിൾ Tയും ഈ ആംഗിളും. അതായത് Tയിൽ വരുന്ന 2 ആംഗിൾസ്, അത് രണ്ടും ഈക്വൽ ആണ്. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതിലും ഡൗട്ടേ ഇല്ല. അപ്പോൾ ഈ 2 ട്രയാങ്കിളിലെയും ആംഗിളുകൾ, കോണുകൾ സെയിം ആണെങ്കിൽ ട്രയാങ്കിൾസ് എന്താണ്? ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് സിമിലർ ട്രയാങ്കിൾസ് ആണ്. നമുക്കറിയാം, സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ സെയിം ആയിരിക്കും. ശരിയല്ലേ? ഈ ട്രയാങ്കിളിൽ Pക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് TR. ശരിയല്ലേ? Pക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ്, ആംഗിളാണ് TR. ശരിയല്ലേ മക്കളെ? Pക്ക് ഓപ്പോസിറ്റ് TR. എസിന് ഓപ്പോസിറ്റോ TQ. സോ TR/TQ ദാറ്റ് ഈസ് ഈക്വൽ ടു ആറിന് ഓപ്പോസിറ്റ് ആരാ? ആറിന് ഓപ്പോസിറ്റ് നിങ്ങൾ നോക്ക്, ഈ ആംഗിൾ R, അതിന് ഓപ്പോസിറ്റ് ആരാ ഉള്ളത്? TP. ശരിയല്ലേ? TP.
അതുപോലെ ഇവിടെ ക്യൂ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റിൽ ആരാ ഉള്ളത്? അവിടെ ടി എസ്. നിങ്ങൾ നോക്ക്, ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണ്. അപ്പോൾ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റിലുള്ള സൈഡുകൾ, വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആണ്. സെയിം അല്ലേ? റേഷ്യോ സെയിം ആണ്. സോ അടുത്ത സ്റ്റെപ്പ് സിമ്പിൾ. നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താ? ടി പി ഇൻറ്റു ടി ക്യൂ ഇസ് ഈക്വൽ ടു ടി ആർ ഇൻറ്റു ടി എസ് എന്നാണ്. നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ടി പി ഇൻറ്റു ടി ക്യൂ ഇസ് ഈക്വൽ ടു ടി ആർ ഇൻറ്റു ടി എസ്. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ 5 മാർക്ക് സിമ്പിൾ. 5 മാർക്ക് സിമ്പിൾ. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ. ആദ്യത്തെ A+ ക്വസ്റ്റ്യൻ അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ആംഗിൾ സി എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ആംഗിൾ സി 120 ഡിഗ്രിയാണ്. നിങ്ങളോട് ചോദിക്കുകയാണ്, എ സർക്കിൾ പാസിംഗ് ത്രൂ ഓൾ വേർട്ടിസസ് ഓഫ് ട്രയാങ്കിൾ എ ബി ഇ, അതായത് ത്രികോണം എ ബി യുടെ 3 മൂലകളിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കുന്നു. നോക്കണം, ഏതൊക്കെയാ പോയിന്റ്? എ ബി ഇ. അങ്ങനെ എ ബി ഇ ഈ 3 പോയിന്റിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ ഈ ഒരു കോൺസെപ്റ്റ്. അതായത് ഒരു സർക്കിൾ, ആ സർക്കിളിലെ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 3 വേർട്ടെക്സ് സർക്കിളിന്റെ അകത്തും 3ാമത്തെ വേർട്ടെക്സ് സർക്കിളിന് പുറത്തുമാണെങ്കിൽ, ഇവിടെ നോക്കുക, 3 വേർട്ടെക്സ് എവിടെയാണുള്ളത്? 3 വേർട്ടെക്സ് സർക്കിളിന്റെ മുകളിൽ വൃത്തത്തിലാണ്. 3ാമത്തേത് വൃത്തത്തിന്റെ പുറത്താണ്. അങ്ങനെ വൃത്തത്തിന്റെ പുറത്താണെങ്കിൽ ഈ ആംഗിളുകൾ, ഇതിനിപ്പോൾ പേര് കൊടുക്കുകയാണ് ABCD. ഈ കേസിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ ആ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രിയിൽ കുറവായിരിക്കും. എത്രയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, 180 ഡിഗ്രിയിൽ കുറവായിരിക്കും. ഡി എന്ന് പറയുന്നത് പോയിന്റ് സർക്കിളിന്റെ പുറത്താണെങ്കിൽ. ഇനി ഇതേ ഡി എന്ന് പറയുന്ന പോയിന്റിന് പകരം ഈ പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലാണെങ്കിൽ, ശ്രദ്ധിക്കുക, പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലാണെങ്കിൽ, ഉള്ളിലല്ല വൃത്തത്തിലാണെങ്കിൽ, സർക്കിളിലാണെങ്കിൽ, ഓൺ ദ സർക്കിൾ ആണെങ്കിൽ, ഓക്കെ, ഓൺ ദ സർക്കിൾ ആണെങ്കിൽ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ പോയിന്റിന് ഞാനിതാ പേര് കൊടുക്കുകയാണ് ഇ. ആംഗിൾ ബിയും ആംഗിൾ ഇയും കൂട്ടിയാൽ എത്രയാ? സർക്കിളിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് 180 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. 180 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. ഇനി 4ാമത്തെ മൂല സർക്കിളിന്റെ ഉള്ളിലാണെങ്കിൽ, ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ, 4ാമത്തെ മൂല എന്ന് പറയുന്നത് സർക്കിളിന്റെ ഉള്ളിലാണെങ്കിൽ, മക്കളെ പഠിച്ചു വെച്ചോ, ഈ പോയിന്റിന് ഞാൻ എഫ് എന്ന് പേര് കൊടുക്കുന്നു. ആംഗിൾ കൂട്ടിയാൽ എത്രയായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസ്, ആംഗിൾ ബിയും ആംഗിൾ എഫും കൂട്ടിയാൽ 180 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഓക്കെ, 180 ഡിഗ്രിയിൽ കൂടുതൽ, മോർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. പോയിന്റ് 4ാമത്തെ മൂല വൃത്തത്തിന്റെ പുറത്താണെങ്കിൽ 180 കുറവ്, വൃത്തത്തിലാണെങ്കിൽ ഈക്വൽ ടു 180. അതുപോലെ ഉള്ളിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഈ ഒരു ഐഡിയ ആണ് നമുക്കിവിടെ ആവശ്യം. ഇപ്പോൾ ABE ഈ 3 മൂലയിലൂടെ കടന്നു പോകുന്ന വൃത്തമാണ്. അപ്പോൾ നമ്മൾ നോക്കാം, ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ, ആംഗിൾ എ 60, ആംഗിൾ സി 120. 60ഉം 120ഉം കൂട്ടിയാൽ എത്രയാ? 60ഉം 120ഉം കൂട്ടിയാൽ 180 ഡിഗ്രി. ശരിയല്ലേ? ഈക്വൽ ടു 180. അപ്പോൾ എപ്പോഴാണ് വരിക? സി എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കണം? സി എന്ന് പറയുന്ന പോയിന്റ് വൃത്തത്തിലായിരിക്കണം. ശരിയല്ലേ? വൃത്തത്തിൽ, അഥവാ ഓൺ ദ സർക്കിൾ. സെറ്റാണോ? ഓൺ ദ സർക്കിൾ ആയിരിക്കും. സംശയം വേണ്ട. ഇനി അടുത്ത കാര്യം,
അടുത്ത കാര്യം ആംഗിൾ എയും ആംഗിൾ ഡിയും മക്കളൊന്ന് കൂട്ടി നോക്ക്. ആംഗിൾ എയും ആംഗിൾ ഡിയും ഒന്ന് കൂട്ടി നോക്ക്. എത്രയാ കിട്ടുക? ആംഗിൾ എ 60 പ്ലസ് ആംഗിൾ ഡി 90 അല്ലേ? 60ഉം ആംഗിൾ ഡി ഇവിടെ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 60ഉം 90ഉം കൂട്ടിക്കഴിഞ്ഞാൽ 150 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആംഗിള് 180 കുറവാണ്. സമ്മ് 180 കുറവാണ് അല്ലേ? അതുകൊണ്ട് ആംഗിൾ ഡി വൃത്തത്തിന് പുറത്ത് അല്ലേ? അഥവാ ഔട്ട്സൈഡ് ദ സർക്കിൾ. അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതറിയില്ലെങ്കിൽ ഇതും തെറ്റിപ്പോകും. ശ്രദ്ധിച്ചോ. ഇവിടെ എ ബി എന്ന് പറയുന്നത് നോക്കണേ, അഥവാ ബി ഇ എന്ന് പറയുന്നത് ഒരു കോഡാണെന്ന് വിചാരിക്കാം. ബി ഇ എന്ന് പറയുന്നത് ഒരു ഞാണാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ എയിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്, മക്കളെല്ലാവരും ശ്രദ്ധിച്ചേ, എയിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രിയാണ്. എത്രയാ? 60 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്നും ഇയിൽ നിന്നും തുടങ്ങുന്ന മറ്റൊരു ആംഗിൾ ഓക്കെ, ഈ ആംഗിള് വൃത്തത്തിന്റെ പുറത്താണ് ഈ പോയിന്റ് എങ്കിൽ, പോയിന്റ് വൃത്തത്തിന്റെ പുറത്താണെങ്കിൽ ഈ ആംഗിൾ ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ് ജി. ഈ ആംഗിൾ ജി എന്ന് പറയുന്നത് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 അല്ലേ? ആ 60 ഡിഗ്രിയിൽ കുറവായിരിക്കും. ഓക്കെ, 60 ഡിഗ്രിയിൽ കുറവായിരിക്കും. ഇനി ശ്രദ്ധിച്ചേ, ബി ഇ എന്ന് പറയുന്ന സർക്കിളിന്റെ അകത്തൊരു ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ, സർക്കിളിന്റെ ഉള്ളിലാണ് ആംഗിൾ ഉണ്ടാക്കുന്നതെങ്കിൽ, മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കിളിന്റെ ഉള്ളിലാണ് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കതിന് വേണമെങ്കിൽ പേര് കൊടുക്കാം പി. ഓക്കെ, അവിടെ ആംഗിൾ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? പി എന്ന് പറയുന്ന പോയിന്റ് വൃത്തത്തിന്റെ അകത്താണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ 60 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. 60 ഡിഗ്രിയിൽ കൂടുതൽ, മോർ ദാൻ 60 ഡിഗ്രി. പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഇൻസൈഡ് ദ സർക്കിൾ. അപ്പം നമുക്ക് ഇവിടെ നോക്കാം, ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ആംഗിൾ എ 60 ഡിഗ്രിയാണ്. ആംഗിൾ എ 60 ഡിഗ്രി. ആംഗിൾ എഫ് നോക്ക്. ആംഗിൾ എഫ് മക്കളെ മനസ്സിലാക്കണേ, ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി, ആംഗിൾ എഫ് എന്ന് പറയുന്നത് 70 ഡിഗ്രി. ശരിയല്ലേ? ആംഗിൾ എനെ നമുക്ക് വേണമെങ്കിൽ ആംഗിൾ ബി എ ഇ എന്ന് എഴുതാം. ആംഗിൾ ബി എ ഇ. ഓക്കെ, അത് സർക്കിളിലുള്ള പോയിന്റ് ആണ് എ. ആ ആംഗിൾ 60 ഡിഗ്രി. ആംഗിൾ ബി എഫ് ഇ എന്ന് പറയുന്നത്, ബി ഇ എന്ന് പറയുന്ന കോഡിന്റെ അറ്റത്ത് നിന്നും ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എഫിലേക്ക്. അതെവിടെയാണുള്ളത്? അത് 60 ഡിഗ്രിയിൽ കൂടുതലാണ്. 60 ഡിഗ്രിയിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എഫ് എന്ന് പറയുന്ന പോയിന്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. അത് വൃത്തത്തിന്റെ അകത്താണ്. വൃത്തത്തിന്റെ അകത്താണെങ്കിലാണ് 60 ഡിഗ്രിയിൽ കൂടുതലാവുക. അഥവാ നമുക്ക് എങ്ങനെ പറയാം? എഫ് വൃത്തത്തിന്റെ അകത്താണ്. ഓക്കെ ആണോ? എഫ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ അകത്താണ്. ഇനി ഞാൻ പറയുന്നു, നിങ്ങൾ പറയാ, ഇത് കമന്റ് ആയിട്ട് ഇടണം. ഞാനിതാ ഇങ്ങോട്ടൊരു ആംഗിൾ വരച്ചു. ഓക്കെ, ബി ഇന്ന് ഞാൻ ഇങ്ങോട്ടൊരു ആംഗിൾ വരയ്ക്കുകയാണ്. ആ ആംഗിള് ഞാൻ നിങ്ങളോട് പറയുന്നു, ശ്രദ്ധിക്കണേ, ഈ ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങളോട് പറയാണ് 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി ആണെങ്കിൽ ഈ പോയിന്റിന് ഞാൻ ജി എന്ന് പേര് കൊടുക്കുന്നു. ജി എന്ന് പറയുന്ന പോയിന്റ് വൃത്തത്തിന്റെ അകത്താണോ പുറത്താണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 7:30 നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുക. ലൈവ് ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്തുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം, ഗംഭീരമായിട്ട് പഠിക്കണം. നമുക്ക് ഓണം എക്സാം മാത്സിൽ ഫുൾ മാർക്കോട് കൂടി തന്നെ A+ അടിക്കാം.